സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത. സംസ്ഥാനത്ത് 2025 വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നു. പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിവിധ സ്കീമുകളിലായി 26 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും തുക എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. ഫെബ്രുവരി മാസം 7-ന് ബജറ്റ് അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയിലെ തനത് ഗഡുവും ഒരു മാസത്തിലെ കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തുവന്നത്. ആദ്യഘട്ടമായി ഗുണഭോക്താക്കൾക്ക് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയാണ് വരുന്ന ആഴ്ച മുതൽ എത്തിച്ചേരാൻ പോകുന്നത്. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കടമെടുക്കുന്നു. 1500 കോടി രൂപയാണ് കടമെടുക്കുന്നത്. കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം ജനുവരി 21 ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 14-ന് 2500 കോടി രൂപ കേരളം കടമെടുത്തിരുന്നു. വരാൻ പോകുന്ന ബജറ്റുകളും തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ട് പെൻഷനും മറ്റ് കുടിശ്ശികാനുകൂല്യങ്ങളും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആനുകൂല്യങ്ങളും ക്ഷാമാശ്വാസവും മറ്റും കൊടുത്തു തീർക്കുന്നതിലേക്കായി കൂടുതൽ തുക ആവശ്യമാണെന്ന് കാണിച്ച് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. 17,000 കോടിയുടെ വായ്പാനുമതിക്ക് കേരളം അപേക്ഷിച്ചിരുന്നെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല. നിലവിൽ അനുവദിച്ചിരിക്കുന്ന തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സർക്കാർ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുന്നത്. ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നതിനായുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും അടക്കം ലഭിക്കാനുള്ള നിരവധി ആനുകൂല്യങ്ങളാണ് നിലവിൽ തടഞ്ഞുവെച്ചിരിക്കുന്നത്. 6 ഗഡു ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും കുടിശ്ശികയാണ്. ഇതിൽ ഒരു ഗഡുവെങ്കിലും അനുവദിക്കുമെന്ന് സംസ്ഥാനം നേരത്തെ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയാകട്ടെ ഇതുവരെ നൽകിയിട്ടുമില്ല. കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡു പെൻഷൻകാർക്കും കൊടുക്കാനുണ്ട്. ഒരു വശത്ത് ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുക, മറുവശത്ത് നിർബാധം കടമെടുക്കുക എന്ന ശൈലിയാണ് മന്ത്രി തുടരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങളും ആനുകൂല്യ വർധനവുമൊക്കെ വരുത്തുന്നതിന് മുന്നോടിയായി പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഒരു പരിധിവരെയെങ്കിലും കൊടുത്തു തീർക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് സംസ്ഥാന സർക്കാർ. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.